ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായല്ലേ ലോങ് വീഡിയോ ഒന്നും ഇടാത്തത്. കുറേ എന്തെല്ലോ ഇഷ്യൂസൊക്കെ ഉണ്ടായി, തടിക്കൊക്കെ റാഹത്തില്ല. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും ഇടാനും ഒരു മൂഡില്ല. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കുകയും വീഡിയോ ഒന്നും ചെയ്യാത്ത. പിന്നെ അപ്പോൾ അന്ന് ഞാൻ പോത്തുംകാലം ഉണ്ടാക്കിയ വീഡിയോ ഇട്ടപ്പോൾ അത് റെസിപ്പി ആയിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ കുറേ ആൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന് അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതന്നെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ആദ്യം തന്നെ ഞാൻ നല്ല വൃത്തിയാക്കിയിട്ട് പോത്തുംകാലമൊക്കെ പിന്നെ പീസാക്കിയിട്ട് തന്നിട്ടുണ്ടായത്. അതൊക്കെ നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അരക്കടം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം നല്ല പോലെ വേവണ്ടേ. പിന്നെ ഇതാ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 വലിയ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 9 സ്പൂണ്, അത് ചെറിയ സ്പൂണായതുകൊണ്ടാണ് കേട്ടോ, 9 സ്പൂണ് സാദാ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇതിൽ നിന്നും ഒരുപാട് സമയം ഞാൻ വെച്ചിട്ട് വേവാത്തതുകൊണ്ട് 2 പ്രാവശ്യം കുക്കറിൽ ഇട്ടിട്ട് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ വലിയ ഉരുളി തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1.5 സ്പൂണ് വലിയ ജീരകം, 1/2 സ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു വാരൽ കുരുമുളക്, സാദാ പൊടിക്കാത്ത കുരുമുളക്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം വലിയ സവാള 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നൈസായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഉപ്പൊക്കെ നോക്കിയും കണ്ടിടുക. ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 2 തക്കാളി അതും ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. പിന്നെ പൊടിയായിട്ട് ബീഫ് മസാലയും ഗരം മസാലയും പിന്നെ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അതും കൂടി ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പോത്തുംകാലില്ലേ അത് അതിലേക്കൊന്ന് തട്ടിക്കൊടുക്കണം. എന്നിട്ട് എല്ലാ മസാലയും നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം വലിയ വലിയ പീസായതുകൊണ്ട് അത് നമ്മുടെ കയ്യിലിനൊന്നും കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഒരുവിധം വെച്ചിട്ട് ഞാൻ ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കണമെന്ന് വിചാരിച്ചതൊന്നുമല്ല. പിന്നെ കാരണം എന്ന് വെച്ചാൽ എല്ലാവരൊന്നും ഈ പോത്തുംകാല് ഉണ്ടാക്കിയൊന്നും ചെയ്യൂല. പക്ഷേങ്കിൽ പിന്നെ അതിൽ കമൻറ്റ് റെസിപ്പി വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ അപ്ലോഡാക്കിയത്. ഇന്ന് ഞാൻ എഡിറ്റൊക്കെ ചെയ്തിട്ട് അപ്ലോഡാക്കുന്നത്ര. അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അധികം അങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കില്ലല്ലോ, അതുകൊണ്ടത് പിന്നെ ഞാനൊന്ന് കാര്യമായിട്ട് ഞാൻ റെസിപ്പിയൊന്നും കാണിക്കാണ്ടിരുന്നത്. ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ തമ്പനയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് കോളോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജോ അയക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പോത്തുംകാല് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഞാൻ മസാലയൊക്കെ ഇട്ടതിന് ശേഷം അവിടെ ലോ ഫ്ലെയിമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നല്ല പോലെ മസാല നമ്മുടെ പോത്തുംകാലിനൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ മസാല ഒക്കെ കയറിയിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളിയായിട്ട് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനിതാ വലിയ തളികയിലേക്കാണ് വിളമ്പുന്നത്. വീഡിയോയിൽ കാണുമ്പം അത്ര വലുപ്പമൊന്നും കാണുന്നില്ല, പക്ഷേങ്കിൽ നേരിട്ട് കാണാൻ നല്ല വലുപ്പമുണ്ട്. വലിയ പാത്രത്തിലേക്ക് മാറ്റി വിളമ്പുന്ന പാത്രത്തിലേക്കാണ് വിളമ്പുന്നത് ഞാൻ. അങ്ങനെ ഇതാ എല്ലാം വിളമ്പിയിട്ട് കൊണ്ടുവെക്കുന്നുണ്ട് ടേബിളിൽ. എല്ലാവരും ഒന്നിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പാത്രത്തിൽ വിളമ്പിയത്. ഇങ്ങനെയൊക്കെ കഴിക്കാനൊരു പ്രത്യേക രസമല്ലേ, എല്ലാവരും ഇരുന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ അടിപൊളിയായിട്ടുള്ള പോത്തുംകാല് റെഡി ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പൊറോട്ടയോ പത്തിരിയോ ചപ്പാത്തിയോ എന്തിനു വേണമെങ്കിലും കഴിക്കുക. അപ്പോൾ പുതിയ റെസിപ്പികളും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.